നമസ്തേ, മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. വഖഫ് അധിനിവേശത്തിനെതിരെ മുനമ്പം ജനത നടത്തുന്ന അതിജീവന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആദ്യമായി രംഗത്ത് എത്തിയ വൈദികൻ ഫാദർ ജോഷി മയ്യാറ്റിലാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി. ഫാദർ ജോഷിയെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഫാദർ നമസ്കാരം. ഫാദർ, ഇപ്പോൾ ഈ വഖഫ് അധിനിവേശം അത് വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയാണ്. സർക്കാരിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. സർക്കാർ ഈ വിഷയത്തിൽ അനുഭാവപൂർണ്ണം എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതില്ലാതായിരിക്കുന്നു. ഇപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിരിക്കുകയാണ്. ജുഡീഷ്യൽ കമ്മീഷൻ ഇടപെട്ടത് കൊണ്ട് തീരുന്ന പ്രശ്നമാണോ ഇത്? ജുഡീഷ്യൽ കമ്മീഷന് സർക്കാരിന് നിയമോപദേശം കൊടുക്കാം എന്നേ ഉള്ളൂ. പക്ഷേ നമ്മളെല്ലാവരും അസ്വസ്ഥപ്പെട്ടത് ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ ഈ ജസ്റ്റിസ് ആരാണോ, ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ, അദ്ദേഹം പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റാണ് സത്യത്തിൽ ഈ സർക്കാരിൻ്റെ ഉദ്ദേശം എന്ത് എന്ന് അല്പമെങ്കിലും പെട്ടെന്ന് അതേക്കുറിച്ചൊരു ധാരണ നമുക്ക് കിട്ടാനായിട്ട് ഇടയാക്കിയത്. ആധാരം പരിശോധിച്ചല്ലേ ആളുകളെ കുടിയൊഴിപ്പിക്കുന്ന? രേഖകൾ പരിശോധിച്ച് നിയമപരമായി കുടിയൊഴിപ്പിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം മുനമ്പംകാരുടെ രേഖകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നായി. അതെ അതെ, മുനമ്പംകാരുടെ രേഖകൾക്ക് പ്രശ്നമുണ്ടെന്ന് ഇതുവരെ ആരെങ്കിലും പറഞ്ഞോ? ഈ സമരം അതുകൊണ്ടുണ്ടായതാണോ? ഈ സമരം ഉണ്ടായത് വഖഫ് ബോർഡിൻ്റെ തെറ്റായ അനീതിപരമായ ഒരു അവകാശവാദത്തിലൂടെയാണ്. നിസാർ കമ്മീഷൻ്റെ ആ അന്വേഷണ പ്രൊസീജിയേഴ്സ് അത് വേണ്ടതുപോലെ ആയിരുന്നു. അത് രാമേന്ദ്രൻ നായർ കമ്മീഷന് അന്വേഷിക്കാവുന്നതാണ്. നിസാർ കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ മുനമ്പം പ്രദേശം പെട്ടിരുന്നില്ല. അതിനിടയ്ക്കാണ് മുനമ്പത്തെ കാര്യം വന്നു കയറുന്നത്. അപ്പോഴാണ് നിസാർ കമ്മീഷൻ അന്വേഷിക്കുന്നത്. ഫാറൂഖ് കോളേജിനെ വിളിച്ചു വരുത്തുന്നത്. അവിടെ സെക്രട്ടറി പറയുന്നത് ഇത് വഖഫ് ഭൂമിയല്ല. വഖഫ് ഭൂമിയല്ല എന്ന് ഫാറൂഖ് കോളേജ് പറഞ്ഞപ്പോൾ നിസാർ കമ്മീഷന് ചെയ്യേണ്ടിയിരുന്ന കാര്യം എന്താണ്? ചെയ്യേണ്ടതെല്ലാം ചെയ്തോ? ഉടനെ ചെയ്തതെന്താണ്? ഇത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് വഖഫ് ബോർഡിനോട് ചോദിച്ചു. അതെ, ഇതേ കാലഘട്ടത്തിൽ പ്രൊഫസർ കെ എ ജലീലിനെ പോലെയുള്ള ഫാറൂഖ് കോളേജിൻ്റെ പ്രിൻസിപ്പലായും വഖഫ് ബോർഡിൻ്റെ ചെയർമാനായും ഉന്നതമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയും ഈ സിദ്ദിഖ് സേട്ടു ഇത് കൊടുക്കുന്ന സമയത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുകയും ചെയ്യാവുന്ന പ്രൊഫസർ കെ എ ജലീലിനെ പോലെയുള്ള ഒരാൾ അദ്ദേഹത്തെ നിസാർ കമ്മീഷൻ കണ്ടോ? അതെ, 2012 വരെ ജീവിച്ചിരിക്കുന്നു. 2008 ഇവർ നിയുക്തരാകുന്നത്. അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ ആ ആത്മകഥയിലെ പരാമർശം 118 പേജിലാണെന്നാണ് ആ പരാമർശം. അതായത് സിദ്ദിഖ് സേട്ടു 1,00,000 ഉറുപ്പിക വില നിശ്ചയിച്ചായിരുന്നു ഫാറൂഖ് കോളേജിന് ഈ ഭൂമി നൽകിയത് എന്ന പരാമർശം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? വഖഫ് ചെയ്തില്ല എന്നല്ലേ? വഖഫായിട്ട് ചെയ്യുമ്പോൾ കാശ് വാങ്ങാൻ പറ്റില്ല. 1,00,000 രൂപ വില നിശ്ചയിച്ചായിരുന്നു ഫാറൂഖ് കോളേജിന് ഈ മുനമ്പം ഭൂമി നൽകിയത് എന്ന് പ്രൊഫസർ കെ എ ജലീൽ എഴുതി വച്ചിരിക്കുമ്പോൾ പിന്നെ ഇത് വഖഫാണോ അല്ലയോ എന്നുള്ള ചർച്ചയുടെ വിഷയം പോലും വരുന്നില്ലല്ലോ. അപ്പോൾ നിസാർ കമ്മീഷൻ്റെ കണ്ടെത്തലുകളിൽ വലിയ വീഴ്ചകൾ, പ്രൊസീജറൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലൂടെയും വ്യക്തമായി, ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കൊടുത്ത ചർച്ചയിലൂടെയും വ്യക്തമായല്ലോ. അള്ളാഹുവിനുള്ള ഭൂമി സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ടെന്ന്. അപ്പോൾ ഒരു ന്യായാധിപൻ എന്ന വിധത്തിലല്ല, ഒരു മതവിശ്വാസി എന്ന നിലയിലാണ് അദ്ദേഹം ഈ വിഷയത്തെ കണ്ടതെന്നല്ലേ അതിന് മനസ്സിലാവും. അപ്പം അത് ടേംസ് ഓഫ് റെഫറൻസിൽ വരേണ്ട കാര്യമാണ്. നിസാർ കമ്മീഷൻ ആ പ്രൊസീജറൽ കറക്റ്റ്നെസ് പാലിച്ചിരുന്നോ? ഒന്ന്. നിസാർ കമ്മീഷൻ വഖഫ് ബോർഡിനോട് ഇത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് പരിശോധിക്കാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ വഖഫ് ബോർഡ് അംഗങ്ങളും ചെയർമാനും പാലിക്കേണ്ട പ്രൊസീജിയേഴ്സൊക്കെ കൃത്യം പാലിച്ചിട്ടാണോ ആ ഓർഡർ വഖഫ് ബോർഡ് ചെയർമാൻ ഓർഡർ ഇട്ടത്
എന്നത് അന്വേഷിക്കണ്ടേ? അതെ അതെ തീർച്ചയായും. ഈ അല്ലാതെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് എല്ലാം വരണം അതിൽ. ഇതല്ലേ അന്വേഷിക്കേണ്ടത്. അല്ലാതെ ഇവരുടെ ആധാരം ഈ 610 ആധാരങ്ങൾ, പട്ടയങ്ങൾ ഇതൊക്കെ നോക്കി പരിശോധിച്ചിട്ട് ആരെ ഇറക്കി വിടണം ആരെ ഇറക്കി വിടണ്ടെന്ന് തീരുമാനിക്കുകയല്ലല്ലോ ചെയ്യേണ്ടത്. അതല്ലല്ലോ മുനമ്പംകാര സർക്കാരിന് മുമ്പിൽ ആവശ്യപ്പെട്ടത്. ഈ 1950 അല്ലേ മൂലാധാരം അത് പരിശോധിക്കണം കൃത്യമായിട്ട്. അതൊരു വഖഫ് ആധാരം എന്നുള്ളൊരു ടൈറ്റിൽ പേരെഴുതി വെച്ചുകൊണ്ട് വഖഫ് എന്നുള്ളൊരു പേര് വന്നതുകൊണ്ട് മാത്രം അതിൽ കയറി പിടിക്കുകയല്ലേ ഇപ്പോൾ അല്ലേ? അതെ, അത് വഖഫ് കണ്ടീഷനോടുകൂടി ചെയ്യാമോ? അത് പാടില്ല എന്നാണ് സുപ്രീം കോടതി വിധി വരെയുള്ളത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അലഹബാദ് കോടതി വിധിയാണോ അഹമ്മദാബാദ് കോടതി വിധിയാണോ എന്ന് ഞാൻ ഓർക്കില്ല. ഹൈക്കോടതി വിധിയിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഒരു കണ്ടീഷൻ അംഗീകരിച്ചിട്ടുണ്ട്. ഒറ്റ കണ്ടീഷൻ. ആ ഒറ്റ കണ്ടീഷൻ ഞാൻ ആ ദീപികയിൽ എഴുതിയ ആർട്ടിക്കിളിൽ ഇതെല്ലാം കോട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഒറ്റ കണ്ടീഷൻ എന്താണ്? ഒരു കടം ഉണ്ടെങ്കിൽ, ഒരു ഉടമസ്ഥന് കടമുണ്ടെങ്കിൽ ആ കടം വീട്ടിയതിന് ശേഷമേ ഇത് വഖഫായി കൊടുക്കാവൂ എന്ന് ഈ ഡീഡിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷൻ ഓക്കെയാണ്. അപ്പോൾ ഒരേ ഒരു കണ്ടീഷനെ ഒരു വഖഫ് ആധാരത്തിൽ അത് വോയിഡ് ആകാതിരിക്കാൻ ഒരു കണ്ടീഷനെ അംഗീകൃതമായിട്ടുള്ളൂ. അത് ഇതാണ്. പക്ഷെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നു കോളേജ് നിന്ന് പോയാൽ ഇത് വീട്ടിലേക്ക് എത്തണം എന്നാണ്. എങ്ങനെ വഖഫാകും? അല്ല, അത് മാത്രമല്ല, ഈ ഫാറൂഖ് കോളേജ് കമ്മിറ്റിയിലുള്ളവരൊക്കെ പരിണതപ്രാപ്തരായിട്ടുള്ള ആളുകളുമായിരുന്നു അല്ലേ? അങ്ങനെ ഒരു 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 വഖഫ് ഇത് അവർ ഇങ്ങനെ വിലക്ക് വാങ്ങുമോ? അല്ല, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ക്രയ വിക്രയ സർവ്വ സ്വാതന്ത്ര്യത്തോടും കൂടി ആണല്ലോ സിദ്ദിഖ് സേട്ടു ഇത് എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അത് വിൽക്കാമെന്നാണ്. അപ്പോൾ ഇത് വഖഫ് അല്ല എന്നാണ്. മാത്രമല്ല അന്നത്തെ 1 ലക്ഷം രൂപ അല്ല, വലിയ തുകയല്ലേ? 1 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അന്നത്തെ കാലത്ത് അത് വിറ്റത് തന്നെയല്ലേ? അത് വിറ്റതാണ്. പിന്നെ ദാനാധാരം എന്നാണ് ഫാറൂഖ് കോളേജ് വാദിച്ചത്. വഖഫ് ആധാരമല്ല എന്ന് വ്യക്തം. പക്ഷെ ഫാറൂഖ് കോളേജ് വാദിച്ചത് ദാനാധാരം എന്നാണ്. അത് പി ജയരാജൻ്റെ പുസ്തകത്തിലും പേജ് 202 അദ്ദേഹം കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. വഖഫ് ആധാരത്തെ ദാനാധാരമെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഫാറൂഖ് കോളേജ് ഇത് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബലമായ സംശയം ഈ ദാനാധാരം എന്ന് ഫാറൂഖ് കോളേജ് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഫാറൂഖ് കോളേജിന് പറയാമായിരുന്നല്ലോ ഞങ്ങൾ കാശ് കൊടുത്തിട്ടാണ് ഇത് വാങ്ങിയെന്ന് പറയാമായിരുന്നല്ലോ. തീർച്ചയായും. അവിടെ ഞാൻ കാണുന്നത് ഈ സിദ്ദിഖ് സേട്ടു 1 ലക്ഷം രൂപ വാങ്ങിയത് ഇതിൻ്റെ സിദ്ദിഖ് സേട്ടുവിന് ആരിത് കൊടുത്തുവോ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് ചേരാത്തതായിരുന്നിരിക്കാം. അങ്ങനെ സംശയിക്കാം. ഒരുപക്ഷെ അവർക്ക് വഖഫ് ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആരെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇത് വഖഫ് എന്ന് എഴുതി എന്നേ നമുക്ക് മനസ്സിലാക്കാനാവും. ആരെയോ ബോധ്യപ്പെടുത്താൻ. അപ്പോൾ സിദ്ദിഖ് സേട്ടു വഖഫാണ് ഇത് എന്ന ബോധ്യമുണ്ടായിരുന്നെങ്കിൽ ഒന്ന്, ഇത് വിൽക്കാനായിട്ട് ഉള്ള സംഗതി അതിലെഴുതി വെക്കില്ല. 2, ഇത് തിരികെ വരണമെന്ന് പറഞ്ഞ് കണ്ടീഷനും എഴുതി വെക്കില്ല. അപ്പോൾ ഇത് വഖഫാണെന്ന് തോന്നിപ്പിക്കാനും ഒരുപക്ഷെ സ്വന്തം കുടുംബത്തിലുള്ളവരെ സന്തോഷിപ്പിക്കാനും ഒക്കെ വേണ്ടി എന്തോ ചെയ്ത ഒരു കാര്യമാണെന്ന് മനസ്സിലാവുന്നു. ഇവിടെ ഈ മുനമ്പത്തുകാർ എന്ത് പിഴച്ചു? കാരണം ഇപ്പോൾ സർക്കാർ ഒരു കമ്മീഷനൊക്കെ വെച്ചിരിക്കുന്നു. പക്ഷെ അവർ ഇത്രയും കാലം കരമടച്ചതാണല്ലേ. മാത്രമല്ല അവരെ അധ്വാനിച്ചാണ് ആ ഭൂമി വാങ്ങിയത്. അപ്പോൾ അവരെ പ്രതിസ്ഥാനത്ത് നിൽക്കുകയും മാത്രമല്ല ഇപ്പം മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് അവരുടെ പിന്നിൽ വലിയൊരു റിസോർട്ട് ലോബി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന പ്രദേശത്ത് ഈ വഖഫ് ഭൂമി എന്ന് അവകാശപ്പെടുന്നിടത്ത് എത്ര റിസോർട്ട് ഉണ്ട് എന്നുള്ളത് നാട്ടുകാർക്ക് അറിയുകയും ചെയ്യാം. ഈ റിസോർട്ടുകൾ ചെറായി ഈ ഭൂമിയുടെ പൊസിഷൻ ആദ്യം മനസ്സിലാക്കണം. ഇതാണ് ഈ വഖഫ് എന്നുള്ള ക്ലെയിമുള്ള 404 ഏക്കർ എന്ന് പറയുന്നതിൻ്റെ പൊസിഷൻ ഏതാണ്? ഞാൻ പറയുന്നത് മാധ്യമപ്രവർത്തകർ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരണം. അതിന് കൃത്യമായ അവിടുത്തെ സ്കെച്ച് നിങ്ങൾ ചെയ്യണം. ഈ റിസോർട്ട് എന്ന് പറയുന്ന കൂട്ടർ
എവിടെയാണ് നമുക്ക് ചെറായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, അതെ. എവിടെയാണ് റിസോർട്ടുകൾ മുഖ്യമായിട്ടുള്ളത്? ഈ കനാലുണ്ടല്ലോ, കായലുണ്ടല്ലോ, 60 ഇപ്പോൾ അതായത് കെട്ടായിട്ട് ഉപയോഗിക്കുന്ന ആ 60 ഏക്കർ വെള്ളം, 60 ഏക്കർ വെള്ളത്തിന് പടിഞ്ഞാറ് വശത്തേക്കാണ് ഈ ഭൂമി കടന്നിരുന്നത്. അവിടെയാണിപ്പോൾ 100 ഏക്കർ ഭൂമി കടൽ വരെ, ആ പരിസരം വരെ ഉണ്ട്. പിന്നെ ഒരു 14 ഏക്കർ ഈ കെട്ടിനും അപ്പുറത്ത് ഒരു പുഴയുണ്ട്, പുഴയ്ക്കും അപ്പുറത്താണ് 14 ഏക്കർ ഉള്ളത്. അങ്ങനെയാണ് 114 ഏക്കർ വരുന്നത്. ഞാൻ പറയുന്നത് ഈ ഗൗരവമായ ഒരു കാര്യം നമ്മൾ സമൂഹം ചർച്ച ചെയ്യുമ്പോൾ മാധ്യമപ്രവർത്തകർ അതിൻ്റെ ഗൗരവത്തോടെ അത് പഠിക്കുക, അല്ലാതെ കൊണ്ടുവന്ന റിസോർട്ട് എന്നൊക്കെ ഉടനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മൊത്തം ഈ വിഷയത്തെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഈ 404 ഏക്കർ എന്ന് പറയുന്നത് എങ്ങോട്ടായിരുന്നു? ഈ പറയുന്ന 60 ഏക്കർ വെള്ളമായിരിക്കുന്നിടത്തുനിന്ന് പടിഞ്ഞോട്ടാണ്, വെസ്റ്റിലേക്കാണ്. അതിൻ്റെ അർത്ഥം എന്താ? കൃത്യം കടലിലേക്കാണ്. അതിലാണ് 2-3 സ്ഥലം കടലിലാണെന്ന് പറയുന്നത്. അതെ. ഇനി എവിടെയാണ് റിസോർട്ട് ഇരിക്കുന്നത്? ഇതിൻ്റെ ഈ തെക്ക് ഭാഗത്തല്ലേ റിസോർട്ടുകളുള്ളത്. ഇത് ഈ 404 ഏക്കറിൽ പെടുന്നതല്ലല്ലോ. വിഷയം എന്താന്ന് വെച്ചാൽ ഈ വഖഫ് ഭൂമി എന്ന് പറയപ്പെടുന്ന ഈ 404 ഏക്കറിനെ നേരെ പൊസിഷൻ തിരിച്ച് തെക്കോട്ട് കയറ്റി ഇതൊക്കെ വഖഫാണെന്ന് പറഞ്ഞെടുക്കാനുള്ള വലിയ ഗൂഢതന്ത്രം ഈ പറയുന്ന MV പോൾ എന്ന അഡ്വക്കേറ്റിലൂടെ നടന്നിട്ടുണ്ട്. അതിൽ ഒരു പരിധിവരെ ഫാറൂഖ് കോളേജിനും ഉത്തരവാദിത്വമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫാറൂഖ് കോളേജ് മോണിറ്റർ ചെയ്യണമായിരുന്നു അല്ലേ? തീർച്ചയായും. അപ്പോൾ ഇത് ചുരുക്കി പറഞ്ഞാൽ സർക്കാർ ഭൂമി ഇപ്പോൾ വഖഫിൻ്റേത് എന്ന് വരുത്തി തീർക്കാൻ ഇപ്പോൾ ശ്രമം നടക്കുന്നു. പണ്ട് ശ്രമം നടന്നത് ഫാറൂഖിൻ്റേത് ആണ് എന്നാണ് ശ്രമം നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളെ മീഡിയ പുറത്തു കൊണ്ടുവരണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കൃത്യമായിട്ട് സ്കെച്ച് പഠിക്കുക എവിടെയാണ് ഉള്ളതെന്ന്. ഇപ്പോൾ ഈ മുനമ്പത്തുകാർക്ക് നഷ്ടപ്പെട്ട റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കണമല്ലേ എത്രയും പെട്ടെന്ന്? ഇതിപ്പോൾ ജുഡീഷ്യൽ കമ്മീഷനെ വയ്ക്കുന്നു, 3 മാസം ആണ് കാലാവധി. പക്ഷേ 3 മാസം കൊണ്ടൊന്നും തീർക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. മാത്രമല്ല നിരവധി ജുഡീഷ്യൽ കമ്മീഷനുകൾ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയാം. ഇതൊരു ഐവാഷ് തന്നെയല്ലേ? ആളുകളെ പറ്റിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിനെ ഗൗരവത്തിലെടുക്കേണ്ടതുണ്ടോ? സർക്കാരിനെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തൊരു കേസാണിത്. പിന്നെ എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തണം. അപ്പോൾ എന്ത് ചെയ്യും? ഓക്കെ, ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വച്ചേക്കാം, പിന്നെ ഇതങ്ങോട്ട് നീണ്ടുപോയിക്കോളും. അതിനിടയിൽ കേന്ദ്രത്തിൽ ഈ വഖഫ് നിയമം പാസ്സാകും. അതാണ് സത്യത്തിൽ സർക്കാരും ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നത്. ആ വഖഫ് നിയമം അത് ഭേദഗതി പാസ്സായി, അതിലൂടെ മുനമ്പംകാരുടെ പ്രശ്നം സോൾഡായി. അപ്പോൾ പിന്നെ സർക്കാരിന് ചീത്തപ്പേരും ഉണ്ടാവില്ല. വഖഫ് എന്ന് പറഞ്ഞിരുന്ന ഭൂമി വഖഫ് അല്ല എന്ന് സർക്കാർ പറഞ്ഞുവെന്നോ, ഇനി വഖഫ് ഭൂമി എടുത്ത് മുനമ്പംകാർക്ക് കൊടുത്തുവെന്നോ, ഇങ്ങനെയുള്ള ഒരു ചീത്തപ്പേരും സർക്കാരിനുണ്ടാവില്ല. അപ്പം അതിനുവേണ്ടി ഇത്തിരി സമയം കിട്ടണം. അതിനുള്ള ഒരു തന്ത്രം മാത്രം. ഇത്രേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. പക്ഷേ ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ നിയമസഭയിൽ സർക്കാരും പ്രതിപക്ഷവും യോജിച്ചാണല്ലോ പ്രമേയം പാസ്സാക്കിയത് അല്ലേ? ഇപ്പം ന്യൂനപക്ഷ സ്നേഹം ഒരു ഭാഗത്ത് അവർ പറയുന്നുണ്ട്, പക്ഷെ അത് കൃത്യമായിട്ട് പ്രകടിപ്പിക്കുന്നില്ലല്ലോ. ഇങ്ങനെ സന്നിഗ്ധ ഘട്ടത്തിൽ കൂടെ നിൽക്കേണ്ടവർ കൈയൊഴിയുന്നൊരു സമീപനമല്ലേ സ്വീകരിച്ചത്? അത് ന്യൂനപക്ഷം എന്ന് വെച്ചാൽ ഏത് പക്ഷം എന്നുള്ളതാണ് വിഷയം. ഇപ്പോൾ കോൺഗ്രസിനായാലും ഇടതിനായാലും ന്യൂനപക്ഷം എന്നുള്ളത് ന്യൂനപക്ഷങ്ങളിലെ ഒരു പ്രമുഖ പക്ഷം മാത്രമാണ് അവർക്ക് ന്യൂനപക്ഷം. അതുകൊണ്ട് മുനമ്പം വിഷയത്തിൽ അവർ കാണുന്ന ന്യൂനപക്ഷം ഇല്ല. അതുതന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് വോട്ട് ബാങ്ക് ആരാണോ ആ പക്ഷത്തെ പ്രീണിപ്പിക്കുക, അതിനുവേണ്ടി തീരുമാനങ്ങൾ എടുക്കുക, അതിനുവേണ്ടി പ്രമേയം പാസ്സാക്കുക, അത്രയേ ഉള്ളൂ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് വഖഫ് ട്രിബ്യൂണലിന് മുമ്പാകെയാണല്ലോ അല്ലേ പരിഹരിക്കുന്നത്? ഈവൻ
സിവിൽ കോടതികളെ സമീപിക്കാനുള്ള അവസരം പോലും ഇല്ല അല്ലേ? ദേവസ്വം ബോർഡിൻ്റെ കാര്യങ്ങളിൽ അങ്ങനെയല്ലല്ലോ. അല്ല, അങ്ങനെയല്ല. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു വിഭാഗത്തിന് വേണ്ടി പ്രത്യേകം ട്രൈബ്യൂണലുകൾ, പ്രത്യേകം ഭരണഘടനയ്ക്ക് മുകളിലേക്ക് പോകുന്ന കാര്യങ്ങൾ, ലോ ഓഫ് ലിമിറ്റേഷൻ എടുത്തുകളയിൽ എന്തുകൊണ്ട് ഡിസൈഡ് ചെയ്ത് പിടിച്ചെടുക്കാനും ഗവൺമെൻറ് ഓഫീസുകളിലെല്ലാം ഓർഡർ കൊടുത്ത് ടൈറ്റിൽ മാറ്റാനും ഒക്കെ എന്തുകൊണ്ട് അത്തരത്തിലുള്ള അനുവദിക്കുന്ന കിരാതമായ നിയമം ഇവിടെ എന്തുകൊണ്ട്? ആ ചോദ്യം ഉന്നയിക്കപ്പെടണം. അത് നീതിബോധമുള്ള ഭരണഘടനാ സ്പിരിറ്റ് ഉൾക്കൊണ്ടിട്ടുള്ള ഓരോ പൗരനും ചോദിക്കേണ്ടതാണ്. ഇവിടെയുള്ള ഓരോ രാഷ്ട്രീയ പാർട്ടിയും ചോദിക്കേണ്ടതാണ്. അതിന് മാറി നിൽക്കുന്നവർക്ക് പൗരബോധമില്ല എന്നും ഇന്ത്യയോട് സ്നേഹമില്ല എന്നും ഭരണഘടനാ സ്നേഹമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അത്തരം ചോദ്യങ്ങൾ ചോദിക്കപ്പെടണം. അപ്പോൾ അത് നേരത്തെ ഉയർന്നിരുന്നൊരു വാദം, ഈ നിയമ ഭേദഗതി വന്നു കഴിഞ്ഞാലും മുനമ്പം ജനതയുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല അല്ലേ? അങ്ങനൊരു വാദം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വാദം ഉണ്ടായിരുന്നില്ലേ? അതിനൊന്നും ആവശ്യമില്ല, ഇത് സർക്കാരിന് സെറ്റിൽ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നും പറയുന്നു. അപ്പം ആകെ കൺഫ്യൂസ്ഡ് അല്ലേ? സർക്കാരിന് സെറ്റിൽ ചെയ്യാവുന്നതായിരുന്നെങ്കിൽ പണ്ടേക്ക് കൊണ്ട് സെറ്റിൽ ചെയ്യാവുന്നതായിരുന്നില്ലേ? ഇപ്പം എത്ര നാളായി? 2 വർഷവും 9 മാസവുമായി ആ ജനം അങ്ങനെ കഴിയുന്നത്. സർക്കാരിന് ചെയ്യാനുള്ളതായിരുന്നുവെങ്കിൽ പണ്ടേക്ക് കൊണ്ട് അത് ശരിയാക്കാവുന്നതല്ലേ? സർക്കാരിൻ്റെ രേഖ, സർക്കാരിൽ പണമടച്ച് ടാക്സ് കൊടുത്ത് ഒക്കെ ഉപയോഗിക്കുന്ന എല്ലാ രേഖകളും കൂടി താമസിക്കുന്ന അങ്ങനെയുള്ള പൗരന്മാരല്ലേ? അവരുടെ മേലല്ലേ ഇതുപോലുള്ളൊരു അധിനിവേശം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സർക്കാരിന് ഉത്തരവാദിത്വമില്ലേ? ഇടപെട്ടില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ട്? അപ്പോൾ സർക്കാരിനെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല എന്ന് ഏതാണ്ട് വ്യക്തമാണ്. പിന്നെ വരുന്ന ഭേദഗതി മുനമ്പംകാർക്ക് ഗുണപ്രദമാകുമോ എന്ന ചോദ്യം അത് പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ആകണം എന്ന് നിർബന്ധം വേണം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും. അത് CPM-നും നിർബന്ധം വേണം, മുസ്ലിം ലീഗിന് നിർബന്ധം വേണം, കോൺഗ്രസ്സിന് നിർബന്ധം വേണം, കേരള കോൺഗ്രസ്സിന് നിർബന്ധം വേണം, എല്ലാവർക്കും നിർബന്ധം വേണം. വരുന്ന ഭേദഗതിയിൽ മുനമ്പംകാരെ പോലെ, മുനമ്പംകാരുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന അന്യായമായി ഇതുപോലെ ഇനി ഒരു ജനത കഷ്ടപ്പെടാൻ ഇടയാവരുത്. അതിന് മുൻകാല പ്രാബല്യം എന്നാണെങ്കിൽ അങ്ങനെ അല്ല, ട്രൈബ്യൂണലിൽ ഇതുവരെ കേസ് കൊടുക്കാത്തവർക്ക് ട്രൈബ്യൂണലിൽ പോയാൽ പുതിയ നിയമത്തിൻ്റെ അമെൻഡഡ് ലോയുടെ എല്ലാ ഗുണങ്ങളും ലഭിക്കും എന്നാണെങ്കിൽ അങ്ങനെ. ഇനി അതുമല്ല എങ്കിൽ വരുന്ന ഭേദഗതിയിൽ കൃത്യമായ ക്ലോസ് ഇത്തരം പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതുവരെ ലീഗലായി നടന്നിട്ടുള്ള എല്ലാ സെയിൽസും അത് നാട്ടിലെ ലോ അനുശാസിക്കുന്നതനുസരിച്ച് ഇപ്പോൾ 12 വർഷം ആണല്ലോ നമുക്ക് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ, സർക്കാർ ഭൂമിയാണെങ്കിൽ 30 വർഷമാണ്. അങ്ങനെയുള്ളത് അത് നിറവേറണം, അത് പൂർത്തിയാവണം. അങ്ങനെ നിലവിലുള്ള ഭരണഘടന തരുന്ന ആ സംരക്ഷണം ഉപയോഗിച്ചുകൊണ്ട് അത് ഇക്കാര്യത്തിലും പ്രാബല്യത്തിൽ വരണം. ഇവിടെയുള്ള വിഷയം എന്താണെന്നറിയാമോ? വൺസ് വക്കഫ് ഓൾവേസ് വക്കഫ് എന്ന് പറഞ്ഞ ഈ ഒരു നിയമം അത് എല്ലാത്തിനും മുകളിലാക്കി വെക്കാനുള്ള തന്ത്രം, അതാണ് സത്യത്തിൽ ഈ വക്കഫ് ആക്ടിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം. ഇത് ചെയ്തത് ഭരണഘടനയോട് താല്പര്യമുള്ള രാഷ്ട്രീയക്കാരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. നിങ്ങളൊന്ന് അന്വേഷിച്ച് പോകൂ, വക്കഫ് ആക്ട് ഫോമുലേറ്റ് ചെയ്തത് ആരാണ്? അത് പഠിക്കാവുന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം അതിൻ്റെ പിന്നിലുള്ളത്. അത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. അതല്ല, ഇപ്പം തന്നെ നോക്കൂ, ഈ റെയിൽവേയും പ്രതിരോധവും കഴിഞ്ഞു കഴിഞ്ഞാൽ, ഡിഫൻസും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമി കൈവശമുള്ളത് വഖഫ് ബോർഡിനാണ്. പക്ഷെ അതെപ്പോഴാണ്? വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ഇത് ഇരട്ടിയായും ഒക്കെ ആയിട്ട് വളർന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ളൊരു വഖഫ് നിയമം ഉണ്ടാക്കിയത് റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ നിയമം 95-ലെ നിയമമാണെന്ന് ഓർക്കണം. ഇത്രയും നാൾ വരെ ഇവിടെ ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? സാമാന്യബോധവും നീതിബോധവും ഒക്കെയുള്ള ആളുകളുടെ കയ്യിൽ വഖഫ് ബോർഡ് ഉണ്ടായിരുന്നപ്പോൾ ഈ റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്ത നിയമം, അതിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് ഇതെല്ലാം ക്ലെയിം ചെയ്യാൻ അവർ
തയ്യാറായില്ല എന്നാണ്. റാഡിക്കലൈസ്ഡായ ആളുകൾ കൂടി വഖഫ് ബോർഡിലേക്ക് എത്തിച്ചേർന്നതോടെയാണ് ഈ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് ഇവിടുത്തെ പൗരന്മാരെ കഷ്ടത്തിലാക്കാനായിട്ട് തുടങ്ങിയതെന്നുകൂടി നമ്മൾ വായിച്ചെടുക്കണം. തീർച്ചയായും. മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി പറയുന്നത് അർഹമായ നഷ്ടപരിഹാരം ഫാറൂഖ് കോളേജിൽ നിന്ന് വാങ്ങിക്കൊടുത്ത് ഇവരെ മറ്റൊരു സ്ഥലത്തേക്ക് പുനരധിവസിപ്പിക്കണം എന്നുള്ളതാണ്. മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആവശ്യങ്ങളിൽ ഒന്ന് അതാണ്. എന്തായാലും മുനമ്പത്തെ ഭൂമി വിട്ട് എങ്ങോട്ടും പോവില്ലല്ലോ അവിടുത്തെ ജനത. എവിടെ പോകാനാണ്? സ്വന്തം സ്ഥലത്ത് നിന്ന് ഇവരെവിടെ പോകണം എന്നാണ് പറയുന്നത്? നമ്മുടെ സംസാരങ്ങളിലൊന്നും എനിക്ക് ആ ചോദ്യം പോലും ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ സംസാരങ്ങളിലൊന്നും ഈ മുനമ്പം ഭൂമി എന്ന് പറയുന്നത് വഖഫ് ഭൂമിയാണെന്നുള്ള ധ്വനി പോലും വരാൻ പാടില്ല. വഖഫ് തെറ്റായ രീതിയിൽ അവകാശവാദം ഉന്നയിച്ച് തടഞ്ഞു വച്ചിരിക്കുന്ന, തെറ്റായ ഒരു നിയമം വെച്ച് തടഞ്ഞു വച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അത് ഒരു കാരണവശാലും വഖഫ് ഭൂമിയാണെന്നുള്ള ധ്വനി പോലും കൊടുക്കാൻ പാടില്ല. മുഖ്യമന്ത്രി സത്യത്തിൽ 2 ദിവസം മുമ്പ് ചെയ്തത് വലിയൊരു ചതിയാണ്. വഖഫ് ഭൂമിയിൽ നിന്ന് ആരെയും ഒഴിവാക്കില്ല എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് തന്നെയാണ് മുനമ്പംകാർക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ സ്റ്റേറ്റ്മെൻറ്റ്. ഒഴിവാക്കില്ല എന്ന് പറയുന്നത് ഇന്ന് ആരെയാണ് ഒഴിവാക്കുന്നത്? ഇവിടെ മുനമ്പംകാരുടെ ആവശ്യം അതൊന്നുമല്ലല്ലോ. അവരുടെ ന്യായമായ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുക എന്നുള്ള, അവർ സ്വന്തമായിട്ട് കാശ് കൊടുത്ത് വാങ്ങിയ 30-35 വർഷമായിട്ട് കാശ് കൊടുത്ത് വാങ്ങി കൃത്യമായ ആധാരത്തോടു കൂടി, പിന്നെ അതുപോലെ തന്നെ കരമടച്ച് കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോയപ്പോഴാണ് ഈ തെറ്റായ അവകാശവാദവുമായിട്ട് വഖഫ് ബോർഡ് വന്നിരിക്കുന്നത്. അത് പിൻവലിക്കുക, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഈ വിഷയം വർഗീയവൽക്കരിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന ആക്ഷേപമുണ്ട്. ഇപ്പോൾ കൂടെ നിൽക്കാത്തവരാണ് ആക്ഷേപിക്കുന്നത്. മാത്രമല്ല വഖഫ് മന്ത്രി തന്നെ തങ്ങളെപ്പോലുള്ള വൈദികരെ പരസ്യമായി വിമർശിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ ഒരു വർഗീയത ആരെങ്കിലും കലർത്തുന്നതായിട്ട് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. 2 ദിവസം മുൻപ് അഭിമന്യ പാമ്പ്ലാനി പിതാവ് തലശ്ശേരിയിൽ വെച്ച് നടന്ന കർഷക സംഗമത്തിൽ പിതാവ് കൃത്യമായിട്ട് കാര്യം പറഞ്ഞല്ലോ. അതായത് ഇത് ഒരു വർഗീയ വിഷയമാക്കി മാറ്റാൻ ബോധപൂർവമായി ചിലർ ശ്രമിക്കുന്നു എന്ന് പാമ്പ്ലാനി പിതാവ് പറഞ്ഞത് കൃത്യമാണ്. ഈ മുനമ്പംകാർ ആരെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സമുദായത്തെ അവർക്കെതിരെ സംസാരിച്ചതായോ അത്തരത്തിൽ വർഗീയമായ എന്തെങ്കിലും ഒരു പരാമർശം അവിടെയുള്ളവർ നടത്തിയതായോ കണ്ടോ? ഇതേക്കുറിച്ച് വർഗീയമായ പരാമർശം നടത്തിയത് ആരാണ്? അത് നിലവിലുള്ള ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുറഹ്മാനാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്താ? പച്ചയായ വർഗീയത പറയുന്നു. എന്താണ് പുരോഹിതർ പച്ചയായ വർഗീയത? മന്ത്രി പറയട്ടെ, പച്ചയായ വർഗീയത എന്താണ്? മന്ത്രിയാണ് പച്ചയായ വർഗീയത പറഞ്ഞത്. അല്ല, ഞങ്ങൾ ഈ ലോഹമിട്ട്, അതുകൊണ്ടാണ് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കൃത്യമായിട്ട് ചോദിച്ചു, എന്നാ ഞങ്ങൾ ലോകം മാറ്റി വെച്ചിട്ട് ഇനി ഞങ്ങൾ മുണ്ടെടുത്ത് വരണമെന്ന് ചോദിച്ചില്ലേ? അതിൻ്റെ അർത്ഥം മനസ്സിലായോ എന്ന് പലർക്കും മനസ്സിലായോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ല, ഞങ്ങൾ ഈ പൗരോഹിത്യ വേഷവും ധരിച്ച് നിൽക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് ഞങ്ങൾ പൗരന്മാരല്ലാതാവുന്നുണ്ടോ? ഈ നാട്ടിലെ പൗരന്മാർക്കുള്ള ഉത്തരവാദിത്തങ്ങൾ, അവകാശങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടോ? ഞങ്ങൾക്ക് ഈ ഇവിടുത്തെ ജനത്തിൻ്റെ വിഷയങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നുണ്ടോ? കൃത്യമായി ചൂണ്ടിക്കാണിച്ചു തരാൻ, ഇവിടെ പ്രശ്നമുണ്ടെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിച്ചു തരാൻ ഇതിനകം 6 ലേഖനങ്ങൾ ഞാൻ ദീപികയിൽ എഴുതി. ഓഗസ്റ്റ് 12-ാം തീയതിയാണ് ആദ്യത്തെ എഴുതിയത്. എടുത്തു പരിശോധിക്കൂ, എവിടെയാണ് വർഗീയത ഉള്ളതെന്ന് കാണിച്ചു തരാം. പക്ഷെ ഞാൻ കൃത്യമായി പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്. വഖഫ് ബോർഡ് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ നിയമപരിരക്ഷയുള്ള ഒരു കൊള്ള സംഘമാണ് എന്ന് ഞാൻ ടൈറ്റിലിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അത് പച്ചയായ സത്യമാണ്, വർഗീയതയല്ല. ഈ വഖഫ് ബോർഡിനെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിം സഹോദരങ്ങളെക്കുറിച്ചാണ് അത് പറയുന്നതെന്ന് ഇങ്ങനെ വ്യാഖ്യാനിച്ചെടുക്കുകയാണ്. ഇവിടെയാണ് വിഷയം. ഇവിടെയാണ് വിഷയം. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരു സെക്കുലർ ബോഡിയാണെന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി പോലും ഇവർക്കില്ല എന്നുള്ളതാണ്. വഖഫ് എന്ന് പറയുന്ന ഒരു മതപരമായ വിഷയമാണ്.
മതപരമായ കാര്യമാണ്. പക്ഷേ വഖഫ് ബോഡി എന്നുള്ളത് ഇറ്റ്സ് എ സെക്കുലർ ബോഡി, സർക്കാരിൻ്റെ ഒരു ബോഡിയാണത്. അതെ അതെ അതെ. സത്യത്തിൽ അതിൻ്റെ തത്വമനുസരിച്ച് അതിൽ ആർക്കും ആവാം, തത്വമനുസരിച്ചാവാം. പ്രയോഗത്തിൽ അങ്ങനെ ആകാൻ പാടില്ല എന്ന കാഴ്ചപ്പാടുകാരനാണ് ഞാൻ. അപ്പം എന്തു ആവട്ടെ, അപ്പം ഇതിനെ വർഗീയവത്കരിക്കാൻ ശ്രമം നടത്തിയിട്ടുള്ളത് സർക്കാരിൻ്റെ തന്നെ ഭാഗങ്ങളായിട്ടുള്ള ചില ഘടകങ്ങളാണ്. എന്ന് മാത്രമല്ല, ഈ സമരത്തെ നിർവീര്യമാക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. അങ്ങനെ നിർവീര്യമാക്കാനുള്ള ഏറ്റവും നല്ലൊരു തന്ത്രം വർഗീയത ചാർത്തുകയാണ് എന്നവർ കണ്ടു. പക്ഷേ ഞങ്ങൾ ബുദ്ധിയും ബോധമുള്ളവരായതുകൊണ്ട് ഞങ്ങൾ എഴുതിയ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളും ഞങ്ങൾ നടത്തിയ അഭിമുഖത്തിലൊന്നും ഒരു കാര്യം പോലും ഇവരെ പോലെ വർഗീയത ചേർക്കാൻ ഞങ്ങൾക്കാവില്ല. കാരണം കർത്താവായ യേശുക്രിസ്തുവിലാണ് ഞങ്ങളുടെ വിശ്വാസം. എല്ലാവരെയും സഹോദരങ്ങളായിട്ട് കാണുക. സഹോദരൻ എന്ന് വിളിച്ചാൽ ഞങ്ങൾ ക്രിസ്ത്യാനികളെ അല്ല സഹോദരൻ എന്ന് വിളിക്കുന്നത് ഓർക്കണം. ഞാനീ പറയുന്നത് മുനമ്പത്തെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണെന്നാണോ വിചാരം? എന്നെ വിളിക്കുന്ന വ്യക്തികൾ എത്ര പേരുണ്ടെന്നറിയാവോ? എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന എത്രയോ പേരുണ്ടെന്നറിയാവോ? മുസ്ലിം സഹോദരങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ചാവക്കാട് മേഖലയൊക്കെ പ്രശ്നമുണ്ടല്ലോ. തീർച്ചയായിട്ടും എത്രയോ പേരാണ് കഷ്ടത്തിൽ കഴിയുന്നതെന്നറിയാവോ? അപ്പം ഞാൻ സ്വരമുയർത്തുന്നത്, അതുപോലെ എന്നെപ്പോലെ പുരോഹിതർ സ്വരമുയർത്തുന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണെന്ന് വിചാരിക്കരുത്. എന്തൊരബദ്ധമാണത്. ഈ മുനമ്പം സമരത്തിൽ പങ്കെടുക്കുന്ന ഈഴവ സഹോദരരും കുടുംബക്ഷേമ സഭയിലെ അംഗങ്ങളും ധീവര സഭയിലെ അംഗങ്ങളും ഇത് അവിടെ ഇരുന്ന പാട്ടുകളൊക്കെ ഒന്ന് കേട്ടു നോക്കും. അവിടെ അവരിരുന്ന് പാടുന്ന പാട്ടുകൾ പള്ളിമുറ്റത്താണ്. എല്ലാവരും കൂടി ഇരുന്ന് പാട്ടുകൾ കേട്ടു നോക്കൂ. ഞാൻ പറയുന്നത് വർഗീയവത്കരിച്ച് ഇതിനെ ഇല്ലാതാക്കാൻ ഒരു ശ്രമം നടന്നു. പക്ഷെ അത് വിജയിച്ചില്ല. പിന്നെ ഭീകര സംഘടനകൾ പ്രസ്താവനകളുമായിട്ട് മുന്നോട്ട് വന്നു. വർഗീയവത്കരിക്കാനായിട്ട് ശ്രമം നടന്നു. അതും വിജയിച്ചില്ല. ആ ജനം നല്ല സുബോധമുള്ള ജനമാണ്. ഈ നാടിനെ സ്നേഹിക്കുന്ന, ഭരണഘടനയെ സ്നേഹിക്കുന്ന, മതേതരവാദികളായ, ജനാധിപത്യവാദികളായ ജനമാണ്. ആ ജനത്തെക്കുറിച്ച് വലിയ അഭിമാനമാണ് എനിക്കുള്ളത്. ഒരിക്കലും ഒരു വർഗീയ രീതിയിൽ പോവുകയില്ല. അതേസമയം ഇവിടെ BJP എന്ന പ്രസ്ഥാനം സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നു. അവിടെ തീർച്ചയായും തങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആര് വരുന്നു അവരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും സ്വീകരിക്കുക ജനം വേണ്ടേ? ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരെ കൈയൊഴിഞ്ഞപ്പോൾ വേറൊരു പാർട്ടി സഹായ വാഗ്ദാനമായിട്ട് വന്നിരിക്കുന്നു. സത്യത്തിൽ ഇപ്പോൾ അവിടെയുള്ള ജനം മുഴുവൻ പ്രതീക്ഷിക്കുന്നത് ഈ ഭേദഗതി ബില്ല് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായി വരണമേന്ന് അവരുടെ പ്രാർത്ഥന മുഴുവൻ അതാണ്. അപ്പോൾ അവിടെ ഞാൻ പറയുന്നത്, അവിടെയാണ് കോൺഗ്രസും CPM-ഉം മുസ്ലിം ലീഗും എല്ലാവരും കൂടി ചേർന്ന് പൗരന്മാരുടെ ഈ പ്രശ്നത്തിൽ അവരെ സഹായിക്കാൻ ഉതകുന്ന ഒരു ഭേദഗതി ബില്ല് പാസ്സാക്കിയെടുക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ വഖഫ് നിയമ ഭേദഗതിയിലൂടെ മുനമ്പൻ ജനതയുടെ അടക്കം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകട്ടെ, അല്ലേ? നമുക്ക് അങ്ങനെ തന്നെ ആഗ്രഹിക്കാം. അത് തന്നെയാണ് പ്രാർത്ഥനയും. വളരെ നന്ദി ഫാദർ.